മധ്യകാല ഇന്ത്യ ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. കർശനമായ ജാതിവ്യവസ്ഥകളും മാറ്റിനിർത്തലുകളും മനുഷ്യനെ വലിഞ്ഞു മുറുക്കിയിരുന്ന ഒരു കാലഘട്ടം. മനുഷ്യനെ മനുഷ്യനിൽ നിന്ന് അകറ്റി നിർത്തിയ വൻമതിലുകൾ, ആകാശത്തോളം ഉയർന്നു നിന്ന ഒരു ഇരുണ്ട ലോകമായിരുന്നു അത്. പക്ഷേ നിങ്ങൾക്കറിയാമോ, ആ വലിയ വേർതിരിവുകൾക്കിടയിലേക്കാണ് സ്നേഹത്തിന്റെയും സമത്വത്തിന്റെയും അതിതീവ്രമായ ഭക്തിയുടെയും ഒരു പുതിയ പ്രകാശം കടന്നുവന്നത്. ലളിതമായ പാട്ടുകളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും അവർ ആ പഴയ ചട്ടക്കൂടുകളെ അപ്പാടെ തകർത്തെറിഞ്ഞു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് സംഭവിച്ച ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഈ ആത്മീയ മാറ്റത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ അവതരണത്തിൽ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടക്കാം. ദിവ്യശബ്ദങ്ങൾ അഥവാ ഭക്തി പ്രസ്ഥാനം. അക്കാലത്തെ ഇന്ത്യൻ സമൂഹത്തെ അടിമുടി മാറ്റിമറിച്ച കവികളെയും സന്യാസിമാരെയും കുറിച്ചാണ് നാം ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ഒരു നേർത്ത ക്ലാസിക്കൽ സംഗീതം പോലെ വളരെ ശാന്തവും എന്നാൽ അതേസമയം ലോകത്തെ നടുക്കുന്നത്ര ശക്തവുമായിരുന്നു അവരുടെ ആത്മീയ വിപ്ലവം. സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ള സാധാരണ മനുഷ്യർക്കു വരെ ഈശ്വരനെ തൊട്ടറിയാൻ കഴിയുമെന്ന് അവർ കാണിച്ചു തന്നു. ഇതിൽ ആദ്യത്തെ ഭാഗം ബാബ ഗുരുനാനാക്കിനെക്കുറിച്ചാണ്. അരൂപിയായ ഈശ്വരൻ എന്നതാണ് അദ്ദേഹത്തിന്റെ ദർശനം. 1469 പഞ്ചാബിലെ നങ്കാന സാഹിബില് ഒരു സാധാരണ വ്യാപാരിയുടെ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. പക്ഷേ തന്റെ ചുറ്റും നടന്നിരുന്ന യാന്ത്രികമായ മതപരമായ ആചാരങ്ങളെ അദ്ദേഹം വളരെ ആഴത്തിൽ ചോദ്യം ചെയ്തു. വലിയൊരു കുടുംബജീവിതത്തിനു പകരം സൂഫികൾക്കും ഭക്തർക്കുമൊപ്പം ലോകം മുഴുവൻ സഞ്ചരിക്കാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അദ്ദേഹം മുന്നോട്ടുവെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ദർശനമേതായിരുന്നറിയാമോ? അതാണ് നിർഗുണഭക്തി. ഈ ചിന്ത അന്നത്തെ സമൂഹത്തിന് ശരിക്കും ഒരു പുതിയ കാര്യമായിരുന്നു. യാതൊരുവിധ ഗുണങ്ങളുമില്ലാത്ത, അതായത് നിർഗുണമായ, യാതൊരു രൂപവുമില്ലാത്ത, അതായത് നിരാകാരായ ഒരേ ഒരു ഈശ്വരനെ മാത്രം ആരാധിക്കുക. അരൂപിയായ ഈശ്വരൻ എന്ന ഈ സങ്കല്പം പരമമായ സത്യത്തിന്, അഥവാ റബ്ബിന്, യാതൊരുവിധ ലിംഗഭേദവുമില്ലെന്നും രൂപമില്ലെന്നും അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. അതൊരു വളരെ വലിയ ആത്മീയ വെളിപ്പെടുത്തലായിരുന്നു. ഇനി ഇതിലെ ഏറ്റവും കൗതുകകരമായ കാര്യമെന്താണെന്നാൽ, ഈശ്വരനെ കണ്ടെത്താൻ അദ്ദേഹം അക്കാലത്തെ പല പ്രധാന ആചാരങ്ങളെയും പൂർണ്ണമായും നിരസിച്ചു എന്നതാണ്. മൃഗബലികൾ, കഠിനമായ തപസ്സുകൾ, പുണ്യതീർത്ഥങ്ങളിലെ ആചാരപരമായ കുളികൾ, വിഗ്രഹാരാധന, ഇവയെല്ലാം അദ്ദേഹം തള്ളിക്കളഞ്ഞു. ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും കർശനമായ മതഗ്രന്ഥങ്ങളെ മാത്രമല്ല അദ്ദേഹം ചോദ്യം ചെയ്തത്, മറിച്ച് സമൂഹത്തിൽ ആഴത്തിൽ വേരൂടിയിരുന്ന കൊടിയ അസമത്വങ്ങളെയും ജാതിവ്യവസ്ഥയെയും കൂടിയാണ്. ഇതിനൊക്കെ പകരം വെറുതെ ഈശ്വരന്റെ നാമം സ്മരിക്കുക എന്ന അതിലളിതമായ മാർഗത്തിലൂടെ എങ്ങനെ സാർവത്രിക സാഹോദര്യം കെട്ടിപ്പടുക്കാമെന്നാണ് അദ്ദേഹം പഠിപ്പിച്ചത്. എന്നാൽ കാലക്രമേണ ഈ പ്രസ്ഥാനം വലിയ മാറ്റങ്ങൾക്ക് വിധേയമാവുകയാണുണ്ടായത്. പുതിയൊരു മതം സ്ഥാപിക്കാൻ ഗുരുനാനാക്ക് ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. എങ്കിലും 1539 അദ്ദേഹത്തിന്റെ മരണശേഷം ശിഷ്യനായ അംഗദ് ആ സ്ഥാനമേറ്റെടുത്തു. അതൊരു വലിയ മാറ്റത്തിന്റെ തുടക്കമായിരുന്നു. തുടർന്ന് 1600കളുടെ തുടക്കത്തിൽ 5ാമത്തെ ഗുരുവായ ഗുരു അർജൻ ആദിഗ്രന്ഥ സാഹിബ് എന്ന വിശുദ്ധ ഗ്രന്ഥം സമാഹരിച്ചു. ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നാനാക്കിന്റെ വരികൾ മാത്രമല്ല, ബാബ ഫരീദ്, കബീർ, രവിദാസ് തുടങ്ങിയ മറ്റു കവികളുടെ ഭജനകളും ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു. പിന്നീട് 17ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ 10ാമത്തെ ഗുരുവായ ഗുരു ഗോവിന്ദ് സിംഗ് ഖൽസാ പന്ത് അഥവാ ശുദ്ധന്മാരുടെ സൈന്യം രൂപീകരിച്ചു. അങ്ങനെ നോക്കുമ്പോൾ വളരെ ലളിതമായൊരു പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിന്നും അതിശക്തമായൊരു സാമൂഹിക മത സൈനിക ശക്തിയായത് മാറുന്നതാണ് നമ്മൾ കാണുന്നത്. ഇനി രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരാം. മീരാഭായ്, വിപ്ലവകാരിയായ രാജകുമാരി. കാൽച്ചിലമ്പുകളുടെയും മണികളുടെയും നാദത്തിനൊപ്പം രാജസ്ഥാനിലെ മണലാരണ്യങ്ങളിലൂടെ സഞ്ചരിച്ച സമാനതകളില്ലാത്ത ഒരു ജീവിതമായിരുന്നു അവരുടേത്. ഭക്തിപ്രസ്ഥാനത്തിലെ ഏറ്റവും പ്രശസ്തയായ വനിതാ കവി അവരായിരുന്നു. സമൂഹം അവരിൽ നിന്ന് പ്രതീക്ഷിച്ച ജീവിതവും അവർ സ്വന്തമായി തിരഞ്ഞെടുത്ത ജീവിതവും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ടായിരുന്നു കേട്ടോ. മാർവാറിലെ ഒരു രജപുത്ര രാജകുമാരിയായി ജനിച്ച അവർ രാജസ്ഥാനിലെ മേവാറിലെ ഒരു രാജകുമാരനെ തന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി വിവാഹം കഴിക്കേണ്ടി വന്നു. ആ വലിയ കൊട്ടാരത്തിനുള്ളിൽ ഒതുങ്ങിക്കൂടി പരമ്പരാഗതമായ ഒരു ഭാര്യയെ ജീവിക്കാനാണ് അവർ നിർബന്ധിക്കപ്പെട്ടത്. പക്ഷേ അവരത് പൂർണ്ണമായും നിരസിച്ചു. അവർ ശ്രീകൃഷ്ണനെ തന്റെ കാമുകനായി കണ്ടു. കൊട്ടാരത്തിൽ നടന്ന ഒരു വിഷപ്രയോഗത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട അവർ ഒടുവിൽ വെളുത്തതോ കാവിനിറത്തിലുള്ള വസ്ത്രം ധരിച്ച് ഒരു നാടോടി ഗായികയായി കൊട്ടാരം വിട്ടിറങ്ങി. അതിനേക്കാളൊക്കെ അമ്പരിപ്പിക്കുന്ന കാര്യമെന്താണെന്നാൽ, രവിദാസ് എന്ന ഒരു തുകൽപ്പണിക്കാരനെ തന്റെ ഗുരുവായി സ്വീകരിച്ച് അന്നത്തെ കർശനമായ ജാതിവ്യവസ്ഥയെ മീരാഭായ് ധീരമായി വെല്ലുവിളിച്ചു എന്നതാണ്. മീരാഭായിയുടെ ജീവചരിത്രം നമ്മൾ പ്രധാനമായും മനസ്സിലാക്കുന്നത് നൂറ്റാണ്ടുകളായി തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് വാമൊഴിയായി പകർന്നു കിട്ടിയ അവരുടെ ഭജനകളിൽ നിന്നാണ്. ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നതുപോലെ അങ്ങേയറ്റം തീവ്രമായ വികാരങ്ങളുടെ ഒരു വേലിയേറ്റം തന്നെയായിരുന്നു അവരുടെ ഓരോ പാട്ടുകളും. സ്വന്തമായൊരു പ്രത്യേക അനുയായി വൃന്ദത്തെയോ ഒരു മതവിഭാഗത്തെയോ ഒന്നും അവർ സൃഷ്ടിച്ചില്ല. എങ്കിലും നൂറ്റാണ്ടുകളായി മനുഷ്യർക്ക് അവർ നൽകുന്ന പ്രചോദനം ചെറുതല്ല. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഇന്നും ഗുജറാത്തിലെയും രാജസ്ഥാനിലെയും സാധാരണ ജനങ്ങൾ, പ്രത്യേകിച്ച് താഴേക്കടയിലുള്ള മനുഷ്യർ, ആ പാട്ടുകൾ അത്രത്തോളം ഹൃദയത്തിൽ ഏറ്റുപാടുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ഭാഗം, ശങ്കരദേവൻ.
കൂട്ടായ പ്രാർത്ഥന എന്നതാണ് ഇതിലെ വിഷയം. 15-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഇന്ത്യയുടെ വടക്കിഴക്കൻ ഭാഗമായ അസമിൽ ഉയർന്നുവന്ന മറ്റൊരു വലിയ ആത്മീയ വെളിച്ചത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. വൈഷ്ണവ ഭക്തി പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ വക്താക്കളിലൊരാളായിരുന്നു അദ്ദേഹം. ഭഗവത്ഗീതയെയും ഭാഗവത പുരാണത്തെയും അടിസ്ഥാനമാക്കിയുള്ള ഭഗവതി ധർമ്മം എന്ന ആശയത്തെ അദ്ദേഹം പ്രായോഗികമാക്കി മാറ്റി. മഹാവിഷ്ണുവിനോടുള്ള സമ്പൂർണ്ണ സമർപ്പണമായിരുന്നു ഇതിന്റെ കാതൽ. ഇതിനായി അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ സ്ലൈഡിൽ കാണാം. ഒന്നാമതായി, ഭക്തരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈശ്വരനാമം ജപിക്കാൻ അദ്ദേഹം സത്സംഘങ്ങൾ അഥവാ നാമകീർത്തന കൂട്ടായ്മകൾ ഉണ്ടാക്കി. രണ്ടാമതായി, ഈ ആത്മീയ അറിവുകൾ മറ്റുള്ളവരിലേക്ക് പകരാൻ സത്രങ്ങൾ എന്ന പേരിൽ ആശ്രമങ്ങൾ സ്ഥാപിച്ചു. മൂന്നാമതായി, കൂട്ടായ പ്രാർത്ഥനകൾക്കായി നാമഘരുകൾ എന്നറിയപ്പെടുന്ന ഹാളുകൾ അദ്ദേഹം നിർമ്മിച്ചു. ശങ്കരദേവൻ അന്ന് സൃഷ്ടിച്ച ഈ സ്ഥാപനങ്ങളും പ്രാർത്ഥനാരീതികളും ഇന്നും അസമിൽ വളരെ സജീവമായി നിലനിൽക്കുന്നു എന്നത് ശരിക്കും വിസ്മയിപ്പിക്കുന്നൊരു കാര്യമല്ലേ? ശരി, ഇത്രയും നേരം നമ്മൾ ഈ വ്യത്യസ്തമായ ആത്മീയ വ്യക്തിത്വങ്ങളെക്കുറിച്ചും അവർ കൊണ്ടുവന്ന മാറ്റങ്ങളെക്കുറിച്ചും സംസാരിച്ചു. എന്നാൽ ചരിത്രത്തിൽ ഇത്രയും ആഴത്തിൽ പതിഞ്ഞ ഈ പവിത്രമായ കാര്യങ്ങൾ എങ്ങനെയാണ് ഇന്ന് നമ്മൾ പുനർനിർമ്മിക്കുന്നത്? ഒരു ചരിത്രകാരന്റെ യഥാർത്ഥ ജോലി എന്തൊക്കെയാണ് എന്ന് നമുക്ക് അടുത്തതായി നോക്കാം. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് നടന്ന ഈ സംഭവങ്ങളും നിരന്തരം മാറിക്കൊണ്ടിരുന്ന ആ മതപരമായ ചരിത്രങ്ങളും ചരിത്രകാരന്മാർ എങ്ങനെയാണ് എത്ര കൃത്യമായി കൂട്ടിയോജിപ്പിക്കുന്നത്? ഇന്നത്തെപ്പോലെ ക്യാമറകളോ ഇന്റർനെറ്റോ ഒന്നുമില്ലാത്തൊരു കാലത്തെ ചരിത്രം പഠിക്കുക എന്നത് എത്രമാത്രം ശ്രമകരമായ ഒന്നായിരിക്കും? ഒരു നിമിഷം നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. സത്യത്തില് ഈ ചരിത്രരചനയുടെ പ്രക്രിയ വളരെ സങ്കീർണവും സൂക്ഷ്മവുമാണ്. ചരിത്രകാരന്മാർക്ക് ഒരുപാട് ഉറവിടങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന്, നമ്മളിപ്പോൾ കാണുന്നതുപോലെ ക്ഷേത്രങ്ങൾ, ശില്പങ്ങൾ പോലെയുള്ള വാസ്തുവിദ്യകൾ മനസ്സിലാക്കാൻ അത് നിർമ്മിച്ച കാലത്തെ മനുഷ്യരുടെ ആശയങ്ങളെയും വിശ്വാസങ്ങളെയും കുറിച്ച് ചരിത്രകാരന്മാർക്ക് ആഴത്തിലുള്ള അറിവ് ആവശ്യമാണ്. അതുപോലെ ബസവണ്ണയുടെ വചനങ്ങളെപ്പോലുള്ള വളരെ ലളിതമായ ഗ്രന്ഥങ്ങൾ മനസ്സിലാക്കാൻ പ്രാദേശിക ഭാഷകളിലുള്ള പ്രാവീണ്യം കൂടിയേ തീരൂ. എന്നാൽ മുഗൾ ചക്രവർത്തിമാരുടെ ഫർമാനുകൾ പോലെയുള്ള ഔദ്യോഗിക രേഖകൾ മനസ്സിലാക്കണമെങ്കിലോ സങ്കീർണമായ പേർഷ്യൻ ഭാഷയും അതിലെ ഓരോ ചെറിയ ശൈലികളും അറിയുകയും വേണം. അതായത്, ചുരുക്കി പറഞ്ഞാൽ, ഈ വിശാലമായ ചരിത്രം പൂർണ്ണമായി മനസ്സിലാക്കാൻ ഒരു ചരിത്രകാരൻ ഒന്നിലധികം ഭാഷകളും സംസ്കാരങ്ങളുമൊക്കെ അറിയുന്ന ഒരു വലിയ ഡിറ്റക്റ്റീവിനെ പോലെ പ്രവർത്തിക്കണമെന്ന് സാരം. അങ്ങനെ നിർണായകമായ ആ ചോദ്യത്തിലേക്ക് നമ്മളെത്തുകയാണ്. നമ്മൾ ഇത്രയും നേരം കണ്ട ഈ പുരാതന പാരമ്പര്യങ്ങളെല്ലാം വെറും കഴിഞ്ഞകാലത്തിന്റെ ചരിത്രരേഖകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവയാണോ? അതോ ഇന്നും പരിണമിച്ചുകൊണ്ടിരിക്കുന്ന ജീവനുള്ള ചലനാത്മകമായ ശക്തികളാണോ? ഈ മതപരമായ പാരമ്പര്യങ്ങളെല്ലാം ഒരിക്കലും മാറ്റമില്ലാത്തവയാണെന്ന് ചിലരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യം അതല്ല കേട്ടോ. ഇവയെല്ലാം കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നവയാണ്. മീരാഭായിയുടെ പാട്ടുകളിലൂടെയും ശങ്കരദേവന്റെ നാമഘറുകളിലൂടെയും ഗുരുനാനാക്കിന്റെ സന്ദേശങ്ങളിലൂടെയും ഭക്തിയുടെയും സ്നേഹത്തിന്റെയും തുല്യതയുടെയും ആ പാരമ്പര്യം ഇന്നും നമ്മുടെ ചുറ്റും ജീവിക്കുന്നുണ്ട്. ഈ ആത്മീയ പ്രസ്ഥാനങ്ങൾ നാളെയുടെ സമൂഹത്തിൽ എങ്ങനെ സ്വാധീനം ചെലുത്തുമെന്ന് ചിന്തിക്കാൻ നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് വളരെ വിജ്ഞാനപ്രദമായ ഇന്നത്തെ ഈ അവതരണം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. കൂടുതൽ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.